ഹായ് കൂട്ടുകാരെ, വിഷുവൊക്കെ വരുമല്ലേ. അപ്പം നമ്മുടെ സദ്യയിൽ കേമനായിട്ടുള്ള ഇഞ്ചിക്കറി ഉണ്ടാക്കിയാലോ. ഞാൻ ഈ ടൈപ്പ് ഒരു ഇഞ്ചിയായിട്ടോ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് നന്നായിട്ട് തൊളിയൊക്കെ കളഞ്ഞ് ഈ ഒരു പരുവത്തിൽ വറുക്കാൻ പാകത്തിന് അതിന് ഉരുളിയായിട്ടോ എടുത്തിരിക്കുന്നത്. ഇഞ്ചി വറുത്തെടുക്കാൻ വേണ്ടി അതിലേക്ക് എണ്ണ ആഡ് ചെയ്തിട്ട് നമുക്ക് കുറച്ചായിട്ട് ഇഞ്ചി വറുത്തെടുക്കാം. ഒരു ക്രിസ്പി ടൈപ്പ് ആകുന്നിടം വരെ വറുത്തെടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയും പിന്നെ ഈ ഒരു വലുപ്പത്തിൻ്റെ ശർക്കരയാണ്. നമ്മുടെ ഇഞ്ചി ഏകദേശം ഇവിടെ വറുത്ത് വന്നിട്ടുണ്ട്. നമുക്കൊരു 2 മിനിറ്റ്സ് കൂടെ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് വറുത്തെടുക്കാം. കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഇച്ചിരി ചെറിയുള്ളി കൂടി വറുത്തെടുക്കാം. അതിലേക്ക് ഞാൻ കുറച്ച് ഉലുവ കൂടി വറക്കാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മുടെ കയ്യിൽ ഉലുവപ്പൊടി ഇല്ലാത്തത് കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഇനി നമുക്ക് വറുത്ത് വെച്ച ചെറിയുള്ളിയും ഇഞ്ചിയും കൂടെ ചേർത്ത് നമുക്ക് പൊടിച്ചെടുക്കാം. ഇഞ്ചി ഉള്ളിയും വറുത്തെടുത്ത ചട്ടി തന്നെ കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത് ബാക്കി കാര്യങ്ങൾക്ക് വേണ്ടി. അപ്പം നമുക്ക് കുറച്ച് കടുക് പൊട്ടിച്ചെടുക്കാം, കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് മസാല ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്, പിന്നെ നമ്മുടെ മല്ലിപ്പൊടി 1 ടീസ്പൂൺ, പിന്നെ നമ്മുടെ മുളക് പൊടി അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഏകദേശം പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നും ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം പുളിവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഞാൻ ശർക്കര പാനിയാക്കി വെച്ചത് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഈ സമയത്ത് നമുക്ക് കുറച്ച് കായപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഇഞ്ചിയും ഉള്ളി ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമുക്കൊരു സെമി ഗ്രേവി ടൈപ്പാണ് ഈ ഒരു കറി വേണ്ടത്. അപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് നേരം തിളയ്ക്കാൻ അനുവദിക്കാം. ഒരു സെമി ഗ്രേവി ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇഞ്ചിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.